ഉഴുന്നും ചെറുപയറും വെച്ചിട്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. എല്ലാ അസുഖക്കാർക്കും കഴിക്കാം. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഞ്ചായിട്ടൊക്കെ കൊണ്ടുപോകാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദോശയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദോശ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്ന 250 ഗ്രാം മെഷറിംഗ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ ചെറുപയറും എടുത്തിട്ടുണ്ട്. തലേദിവസം തന്നെ ചെറുപയർ കുതിരാനിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് നമ്മളൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി, നല്ല ഫൈനായിട്ട്. അല്ലെ ഉഴുന്ന് പൊടി വാങ്ങിച്ചാലും മതി കേട്ടോ. ഇനി ഈ ചെറുപയറും കുറച്ച് കാന്താരിമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു എരിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഉഴുന്നിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയേ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മളിത് മെയിനായിട്ട് ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് തൈരാണേ. തൈര് ചേർക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പുളിപ്പും കൂടെ വരും. അപ്പം ആ ഉഴുന്നിൻ്റെ ചുവയൊന്നും എടുത്ത് നിൽക്കത്തില്ല. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ ഈ മാവ് മിക്സാക്കി എടുക്കണം. കാരണം ചില തൈരിലൊക്കെ നല്ല കട്ട കാണും. അതുകൊണ്ട് ഈ മാവുമായിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ ദോശ ഫൈനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നല്ല ഹെൽത്തിയാണെന്ന് പറഞ്ഞില്ലേ. ചെറുപയറൊക്കെ നമ്മൾ മുളപ്പിച്ചിടുവാണെങ്കിൽ ഇല്ലേ ഒന്നുകൂടി നല്ലതാണ്. ചെറുപയർ കുതിർത്ത് അരച്ചെടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ തൈര് ഇതിൽ ചേർക്കുന്നത് തന്നെ. ചെറുപയറിൻ്റെയോ ഉഴുന്നിൻ്റെയോ ഒന്നും പച്ചച്ചവ ഉണ്ടാവുകയല്ലേ. ഉഴുന്നെടുക്കുമ്പോഴത്തേക്ക് ഒന്ന് വറുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒക്കെ ഓപ്ഷനില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുത്തുകുത്തായിട്ട് കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. മാവ് ഒത്തിരി ലൂസും ആയി പോവല്ല, ഒത്തിരി തിക്കും ആയി പോവരുത്. ഇപ്പം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും വെള്ളം പോരായെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഉഴുന്നുള്ളത് കൊണ്ട് നല്ല കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കട്ടയാവും മാവ്, അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുക്കാം. അതിനുശേഷം 2 തവി മാവ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഒരുപാട് പരത്തി കൊടുക്കണ്ട. പരത്തി കൊടുത്താൽ നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ക്രിസ്പി ആയി പോവും. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയല്ലേ വേണ്ടിയത്. ഇനി 1 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. മറിച്ചിട്ട് കൊടുക്കണ്ടേ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ദോശ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ബൗളൊക്കെ വന്ന് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏത് കറിയുടെ കൂടിയും നമുക്കിത് കഴിക്കാം കേട്ടോ. കടലക്കറിയോ മുട്ടക്കറിയോ അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയോ എന്നാ വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് രുചിയുള്ളൊരു ദോശയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഒന്ന് എനേബിളാക്കി ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ദോശയും അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ ക്രിസ്പി ആയിട്ടും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഏത് കറിയുടെ കൂടിയും ഇത് നല്ല ടേസ്റ്റി കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ ഡെയിലി കഴിച്ചാലും ശരീരത്തിന് യാതൊരു ദൂഷ്യവും വരത്തില്ല. ഇനിയില്ലേ, തലേദിവസം നമ്മൾ ചെറുപയർ കുതിർത്ത് വെക്കുന്നതിൻ്റെ കൂടെ അരി കുതിർത്ത് വെക്കുവാണെങ്കിൽ അതും ചേർത്തിട്ട് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ചെറുപയർ ഉഴുന്നും തന്നെയാണ് നല്ലത് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ ഉഴുന്നും മാത്രം മതി. ചോറ് വേണ്ടവർക്കും തേങ്ങ വേണ്ടവർക്കൊക്കെ ചേർക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്. വേണ്ടവർ മാത്രം അതൊക്കെ എടുത്തേച്ചാൽ മതി. നല്ല പഞ്ഞി പോലത്തെ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയിരിക്കുന്നത് ഞാൻ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ ഓട്സും ചെറുപയറും വെച്ചിട്ട് നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ ചെറിയ ചേരുവകൾ വെച്ചിട്ട് ഇതുപോലത്തെ ദോശകളും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരിക്കൽ കൂടി പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.